പ്രിയ, 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. നിനക്കെന്താ എന്നോട് വല്ല ദേഷ്യമുണ്ടോ? എന്തിനെങ്ങനെ മിണ്ടാൻ നടക്കുന്നേ? ഒന്നുമില്ല. പ്രിയ, പിന്നെ ഇങ്ങനെ ദേഷ്യം കാണിച്ചെടുക്കണതിൻ്റെ അർത്ഥം എന്താ? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? പ്രിയ പ്ലീസ്, എന്തുണ്ടെങ്കിലും നീ ഒന്ന് ഓപ്പണായിട്ട് പറയ് പ്ലീസ്. ഓരോ പെണ്ണുങ്ങളായിട്ട് കാറിൽ കറങ്ങി കിടക്കണ ഞാൻ അറിയണില്ല എന്ന് വിചാരിക്കണ്ട. പെണ്ണുങ്ങളായിട്ട്? പ്രിയ, നീ എന്തൊക്കെയാ പറയണേ? എനിക്ക് മനസ്സിലാവണില്ല. 2 ദിവസം മുമ്പ് ഏതോ പെണ്ണായിട്ട് കാറിൽ പോണത് ആ രഞ്ജിത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. അവൻ ആ ഫോട്ടോ കൂടി അയച്ചു തന്നപ്പോ മതിയായി. ഇതാണോ കാര്യം? പ്രിയ, നീ ശരിക്കും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ 2 ദിവസം മുമ്പ് നിന്നോട് പറഞ്ഞില്ലേ നമ്മുടെ കമ്പനിക്ക് പുതിയൊരു വർക്ക് കിട്ടിയ കാര്യം? പറഞ്ഞു. നമ്മൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി. അതും നഷ്ടത്തിലാവുമെന്ന് പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ആ ശ്രുതി മാം നമ്മളെ വിശ്വസിച്ച് ആ വർക്ക് തരുന്നത്. അവർ ഞാൻ എൻ്റെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. 2 ദിവസം മുമ്പ് അവരുടെ കാർ കംപ്ലൈൻ്റ് ആയിട്ട് അവരെ ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. അത് ഏതൊരുത്തും ഫോട്ടോ എടുത്ത് അയച്ചപ്പോഴേക്കും നീ എന്നെ തെറ്റിദ്ധരിച്ചുല്ലേ? പ്രിയ, ഞാനൊരു കാര്യം പറയാം. എന്നെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നീ മനസ്സിൽ വെച്ച് നടക്കരുത്. അത് നിനക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണകൾ കൂട്ടേ ചെയ്യുള്ളൂ. അതിന് പകരം അത് ആദ്യം എന്നോടൊന്ന് ചോദിക്കണം. ചേട്ടൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇത് ശരിയാണോ? അങ്ങനെ എല്ലാം നമ്മൾ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും മൂന്നാമതൊരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല.